Good morning, students. In yesterday's class, we have discussed about the nature of demand curve under the monopoly market. Okay. Under monopoly market, the demand curve of consumer slopes downward from left to right. Okay. That means the monopolist, if the monopolist reduce the price of the product, the demand of the product will be increased. And if the monopolist increase the price of the product, the demand for the product will be decreased. And also we have said that the monopolist cannot determine the price and quantity sold at the same time. That if the monopolist determines the quantity to be sold, the price will be decided by the market, and if the monopolist fixes the price, the quantity sold will be decided by the market. Okay. And also in a monopoly market, the demand curve and average revenue curve will be always be the same. അതായത് ഡിമാൻഡ് കർവ് തന്നെയായിരിക്കും ആവറേജ് റവന്യൂ കർവ് എന്ന് പറയുന്നത്. ഓക്കെ. മോണോപ്പൊളി മാർക്കറ്റിൽ ഒരു സിംഗിൾ സെല്ലർ മാത്രം ഉള്ളത് തന്നെ ആ സിംഗിൾ സെല്ലർ മാക്സിമം പ്രൈസ് ഫിക്സ് ചെയ്യാനാണ് എപ്പോഴും ട്രൈ ചെയ്യുക. ഓക്കെ. കാരണം ആ മോണോപ്പൊളി മാർക്കറ്റിൽ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും അവൈലബിൾ അല്ല. സോ അയാൾക്ക് എത്ര പ്രൈസ് ഫിക്സ് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് മോണോപ്പൊളി മാർക്കറ്റിലെ പ്രൈസ്, ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ ടേബിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക്. നമ്മൾ ഈ ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്ത അതേ സാധനമാണ്, അതേ ഡാറ്റ തന്നെയാണ് നമുക്ക് എക്സ്പ്ലനേഷനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. ദറ്റ് ഈസ് മോണോപോളിസ്റ്റ് ഡിമാൻഡ് റവന്യൂ ആൻഡ് കോസ്റ്റ് കർവ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. ഈ ഡാറ്റനെ എന്ത് ചെയ്യുന്നു, കൂടുതൽ പാരഗ്രാഫിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താണ്. അപ്പോൾ ഈ ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ആദ്യം തന്നെ പ്രൈസ് നോക്കാം. പ്രൈസിന് കൊടുത്തേക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 10 - Q, അങ്ങനെ ഒരു ഫംഗ്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ റവന്യൂ ഈസ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഓക്കെ. ദെൻ കംസ് ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ റവന്യൂവിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. ടോട്ടൽ റവന്യൂവിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് റവന്യൂ കിട്ടും. ഓക്കെ. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എത്രമാത്രം റിട്ടേൺ ആണ്, എത്രമാത്രം നമ്മളിപ്പം കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ വിട്ടിട്ട് എത്ര എമൗണ്ട് ആണ് കമ്പനിക്ക് കിട്ടിയത്, അതിനെയാണ് നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് പ്രൈസ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ എത്ര പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ സെല്ല് ചെയ്തു, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ റവന്യൂ കിട്ടും. ഇനി ആവറേജ് റവന്യൂവിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കിട്ടിയ ടോട്ടൽ റവന്യൂവിനെ എത്രമാത്രം ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആവറേജ് റവന്യൂ. നമ്മളെപ്പോഴും ആവറേജ് കാണുന്നത് എങ്ങനെയല്ലേ, ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ഓക്കെ. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ ടോട്ടൽ റവന്യൂവിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആവറേജ് റവന്യൂ കിട്ടും. ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടാണ്. അതായത് ഓരോ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനും എത്ര റവന്യൂ വെച്ചിട്ട് കിട്ടുന്നു. അതായത് നമ്മൾ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് എത്ര റവന്യൂ ആണ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അത് നമുക്ക് ഈ ആവറേജ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർ യൂണിറ്റിൽ റവന്യൂ ഏൺ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് എത്ര റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് മാർജിനൽ റവന്യൂ ആണ്. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂവിൽ നിന്നും അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. നമ്മൾ ടോട്ടൽ റവന്യൂവിൽ നിന്നും അഡീഷണൽ ആയിട്ട് കിട്ടുന്ന റവന്യൂ ആണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. അതായത്
ടോട്ടൽ റവന്യൂവിൽ നിന്നും എക്സ്ട്രാ കിട്ടുന്ന റവന്യൂ, അതിനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. മാർജിനൽ റവന്യൂ മീൻസ് അഡീഷൻ ടു ടോട്ടൽ റവന്യൂ, അഡീഷണൽ റവന്യൂ apart from total revenue, that is known as marginal revenue. അപ്പം ഓരോ ടേംസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടേബിളിലേക്ക് പോവാം. ഈ ടേബിൾ ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഇത് എഴുതാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ടേബിളിലേക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് യൂണിറ്റ്സ് തന്നിട്ടുണ്ട് 0, 1, 2, 3, 4, 5. ദെൻ പ്രൈസ് തന്നിട്ടുണ്ട്. പ്രൈസിൻ്റെ ഫങ്ഷൻ തന്നിരിക്കുന്നത് 10 - Q ആണ്. ദറ്റ് ഈസ് Q എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കാം. യൂണിറ്റ്സ് 0 ആണ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി 0 ആണ്. ദെൻ പ്രൈസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 10 - Q ആണ്. ഇവിടെ അപ്പോൾ പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10ൽ നിന്നും ക്വാണ്ടിറ്റി മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 10 - 0 = 10. പിന്നെ വരുന്നത് ടോട്ടൽ റവന്യൂ ആണ്. ടോട്ടൽ റവന്യൂ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാം, ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? P × Q. P × Q എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് 10, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0. 10 × 0 0. ദെൻ ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ നോക്കുന്ന സമയത്ത് ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ടോട്ടൽ റവന്യൂ എത്രയാണ്? 0 അല്ലേ? ടോട്ടൽ റവന്യൂ 0. ക്വാണ്ടിറ്റി എത്രയാണ്? 0 അല്ലേ? 0 ഡിവൈഡഡ് ബൈ 0 0. ഓക്കെ, മാർജിനൽ റവന്യൂ 0. ഒന്നും അഡീഷണൽ ആയിട്ടുള്ള റവന്യൂസ് ഒന്നും വന്നിട്ടില്ല. സോ 0 തന്നെയാണ്. നെക്സ്റ്റ് 1 ക്വാണ്ടിറ്റി വരുന്ന സമയത്ത്, 1 യൂണിറ്റ് വരുന്ന സമയത്ത് എന്താണെന്ന് നോക്കാം. പ്രൈസ് എന്ന് പറയുന്നത് 10 - Q. Q എന്ന് പറയുന്നത് 1 ആണ്. സോ 10 - 1 = 9. ഓക്കെ, ദെൻ ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. പ്രൈസ് എന്ന് പറയുന്നത് 9 ആണ്, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ദറ്റ് ഈസ് 9 × 1 9. ദെൻ ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ടോട്ടൽ റവന്യൂ എത്രയാണ്? 9. 9 ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി 1. 9 ഡിവൈഡഡ് ബൈ 1 9 അല്ലേ? ദെൻ മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിൽ നിന്നും അഡീഷണൽ ആയിട്ട് വന്നേക്കുന്ന റവന്യൂ. 0 ആയിരുന്നു, ദെൻ ഇറ്റ് ബിക്കംസ് 9 അല്ലേ? സോ എന്താണ്? 0 ഉള്ളത് 9 ആയി അല്ലേ? ടോട്ടൽ റവന്യൂവിലാണ് നോക്കേണ്ടത് കേട്ടോ. 0 ഉള്ളത് 9 ആയിട്ട് മാറി. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് യൂണിറ്റ്സ് 2 ആണ്. 2 ആണ്. ദെൻ ഇവിടെ വരുന്നത് 10 - 2 = 8. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. പ്രൈസ് 8ഉം ക്വാണ്ടിറ്റി 2. 8 × 2 16. ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് 16 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 8. ഓക്കെ, 16 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 8. ഓക്കെ, ദെൻ മാർജിനൽ റവന്യൂ നോക്കുക. മാർജിനൽ റവന്യൂ 9 ഉള്ളത് 16 ആയിട്ട് മാറി. ദെൻ അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? 9 തന്നെ. ഓക്കെ, 9. ദെൻ ക്വാണ്ടിറ്റി 3 ആവുന്നു. നമ്മൾ P കണ്ടുപിടിക്കുന്നു. 10 - 3 = 7. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 7 × 3 21 അല്ലേ? ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 7 × 3 21. ആവറേജ് റവന്യൂ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ റവന്യൂ 21 ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി 3 = 7. ദെൻ മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കുന്നു. 21 - 16 = 7 അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി 4 ആവുന്നു. 10 - 4 = 6. ദെൻ ടോട്ടൽ റവന്യൂ പ്രൈസ് 6, ക്വാണ്ടിറ്റി 4. 6 × 4 24. Then average revenue, total revenue divided by quantity, that is 24 divided by 4, that is 6. Marginal revenue 24 minus 21 എത്രയാണ്? 3. നെക്സ്റ്റ് 5th യൂണിറ്റ്സ് വരുന്നു. 5 ക്വാണ്ടിറ്റി വരുന്നു. പ്രൈസ് എന്ന് പറയുന്നത് 10 - 5 = 5. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി, ദറ്റ് ഈസ് 5 × 5
ഈസ് ഈക്വൽ ടു 25 ഈസ് ഈക്വൽ ടു ആണ് കേട്ടോ. 5 × 5 ഈസ് ഈക്വൽ ടു 25. ആവറേജ് റവന്യൂ വരുന്നു 25 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 5. ഓക്കെ, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 25 മൈനസ് 24 ദാറ്റ് ഈസ് 1. ഓക്കെ, ഇനി അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും കേട്ടോ. അപ്പം ഇനി നമുക്കതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോവാം. ഇനി നമ്മൾ ഈ ടേബിളിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക. ദാറ്റ് ഈസ് OY ആക്സിസിൽ ടോട്ടൽ റവന്യൂ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യും. OX ആക്സിസിൽ ക്വാണ്ടിറ്റി ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. We have 3 curves here. First one is total revenue curve, then average revenue curve, then marginal revenue curve. ഓക്കെ, അപ്പോൾ ഈ TR കർവ് എന്ന് പറയുന്നത് ഒരു ഇൻക്രീസിങ് റേറ്റിലേക്കാണ് പോകുന്നത്. കണ്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടാൻജൻറ്റ് എന്ന് പറഞ്ഞിട്ടാണിത് നോട്ട് ഔട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഷേപ്പിനെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നോട്ട് ഔട്ട് ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് അത് ഇൻക്രീസിങ് റേറ്റ് ചെയ്യുന്നു, പിന്നെ അത് സ്റ്റേബിൾ ആവുന്നു, ദെൻ അത് ഡിക്രീസ് ചെയ്യുന്നു. ഈ ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ഡിമിനിഷിങ് റേറ്റിലാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഗ്രാഫ് ശരിക്കും നമ്മൾ ഈ ഗ്രാഫിൽ ഓരോ പോയിൻറ്റ്സും എടുത്ത് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാവും ടോട്ടൽ റവന്യൂവിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്, ആ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ റേറ്റിലായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ മാക്സിമത്തിലെത്തിയാൽ, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന കർവ് മാക്സിമത്തിലെത്തിക്കഴിഞ്ഞാൽ, മാക്സിമം പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഗ്രാഫിൽ ഇനി നെക്സ്റ്റ് വരുന്ന ആവറേജ് റവന്യൂവും 25 ആണെന്ന് വിചാരിക്കുക. നെക്സ്റ്റ് വരുന്ന ആവറേജ് റവന്യൂവും 25 ആണെങ്കിൽ മാർജിനൽ റവന്യൂ എത്രയായിരിക്കും? 25 മൈനസ് 25 ദാറ്റ് ഈസ് ബിക്കം 0. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന മാർജിനൽ റവന്യൂ, ആവറേജ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 24 ആണെന്ന് വിചാരിക്കുക. 24 ആവുകയാണെങ്കിൽ ആവറേജ് റവന്യൂ എത്രയായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. അത് രണ്ട് ഇതുകൂടി നിങ്ങൾ മനസ്സിൽ ആഡ് ചെയ്ത് അതുകൂടി വന്നാലാണ് നമ്മുടെ ഈ കർവ് ക്ലിയർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. അതായത് ടോട്ടൽ റവന്യൂ 25 ആവുന്ന സമയത്ത് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് 25 നിന്ന് 25 മൈനസ് ചെയ്താൽ 0 ആവും. അതേസമയം ടോട്ടൽ റവന്യൂ 24 ആയാൽ 25 നിന്ന് 24 മൈനസ് ചെയ്താൽ -1 ആവും. അപ്പം ഈ സിറ്റുവേഷൻ, അതായത് 25 നിന്നും 25 മൈനസ് ചെയ്യുന്ന ആ സിറ്റുവേഷൻ, ദാറ്റ് ഈസ് ടോട്ടൽ റവന്യൂ കോൺസ്റ്റൻ്റ് ആവുന്നു. 25 2 പോയിൻറ്റ്സ് വന്നു, അതെന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്. ഓക്കെ, അതായത് ടോട്ടൽ റവന്യൂ കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് കഴിഞ്ഞിട്ട് മാർജിനൽ റവന്യൂ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? മാർജിനൽ റവന്യൂ നെഗറ്റീവിലേക്ക് സ്ലോപ്പ് ചെയ്യും. ഓക്കെ, 25 ഉള്ളത് 24 ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായി മാറും? മാർജിനൽ റവന്യൂ നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ശരിക്കും ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ടോട്ടൽ റവന്യൂ കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് മോണോപോളി മാർക്കറ്റിൽ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് 0 ആകും. ടോട്ടൽ റവന്യൂ കോൺസ്റ്റൻ്റ് റേറ്റിൽ നിന്നും റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മാർജിനൽ റവന്യൂ നെഗറ്റീവ് ഫിഗറിലേക്ക് മാറും. ഇതാണ് മോണോപോളി മാർക്കറ്റിൽ ഉള്ള ടോട്ടൽ റവന്യൂവിൻ്റെയും ആവറേജ് റവന്യൂവിൻ്റെയും മാർജിനൽ റവന്യൂവിൻ്റെയും കർവുകൾ ഉണ്ടാവുക. പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് നമുക്കതിൽ നിന്നും ടോട്ടൽ റവന്യൂവും ആവറേജ് റവന്യൂവും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ക്വാണ്ടിറ്റിയുടെ ഫംഗ്ഷനാണ്. അപ്പം ക്വാണ്ടിറ്റിയുടെ ഫംഗ്ഷൻ നമ്മൾ വെച്ചിട്ട് നമുക്ക് TRഉം ARഉം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം.
നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, നമ്മുടെ മോണോപോളി മാർക്കറ്റിൽ ആവറേജ് റവന്യൂ കർവും ഡിമാൻഡ് കർവും പ്രൈസ് കർവും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം, ക്യൂവിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 8 - P ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്നും പ്രൈസ് കണ്ടുപിടിക്കാം. അതായത് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൈസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ പ്രൈസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്രൈസിന് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ നെഗറ്റീവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പം നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവായി മാറും. സോ ക്യൂ എന്ന് പറയുന്നത്, ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവായി മാറും. സോ നമുക്ക് എന്ത് കിട്ടും? P is equal to 8 - Q എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രൈസ് തന്നെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്, ഡിമാൻഡിൻ്റെ ഫംഗ്ഷനും സെയിം ആണ്. ഇനി നമ്മൾ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കുകയാണ്. ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു P × Q. P എന്ന് പറയുന്നത് പ്രൈസ് ആണ്, Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമുക്ക് പ്രൈസിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, ക്വാണ്ടിറ്റിയുടെ ഫംഗ്ഷനും കിട്ടിയിട്ടുണ്ട്. പ്രൈസ് എത്രയാണ്? 8 - Q അല്ലേ? 8 - Q. ക്വാണ്ടിറ്റി നമ്മൾ Q എന്ന് തന്നെ ഇടുന്നു. ഓക്കെ, ക്വാണ്ടിറ്റി Q തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 8Q - 8. അതായത് എന്ത് ചെയ്യുന്നു? അതായത് പ്രൈസ് എന്ന് പറയുന്നത് 8 - Q, ദെൻ Q എന്ന് പറയുന്നത് Q ആയിട്ട് തന്നെ നോട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്നു വെച്ചാൽ Q × 8, 8Q. Q × -Q is equal to -Q². ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂവിൻ്റെ ഫംഗ്ഷൻ കിട്ടി 8Q - Q². നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് റവന്യൂ ആണ്. ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ Q. അപ്പോൾ ടോട്ടൽ റവന്യൂവിൻ്റെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 8Q - Q². അത് അതുപോലെ തന്നെ നമ്മൾ എടുത്തെഴുതുന്നു, ഡിവൈഡഡ് ബൈ Q. ഓക്കെ, ഡിവൈഡഡ് ബൈ Q. അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അതായത് ഒരു Q² എന്ന് പറയുന്നത് എന്താണ്? Q × Q ആണ്. അപ്പം ഒരു Q അവിടെ, ഓക്കെ, അപ്പം ഒരു Q ഇവിടെ വെട്ടിപ്പോവും. ഓക്കെ, അതായത് ഈ രണ്ട് Qവും വെട്ടിപ്പോകും, ഈ സ്ക്വയറിൽ നിന്ന് ഒരു Q പോവുകയും ചെയ്യും. ഓക്കെ, അപ്പം അതിൽ നിന്ന് കിട്ടുന്നത് 8 - Q എന്നായിരിക്കും. ഓക്കെ, അതായത് രണ്ട് Q വെട്ടിപ്പോവും, അതുപോലെ തന്നെ Q² ഒരു Q കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, അതായത് ആവറേജ് റവന്യൂ കിട്ടിയേക്കുന്നത് 8 - Q ആണ്, പ്രൈസ് കിട്ടിയേക്കുന്നത് 8 - Q ആണ്, അതുപോലെ തന്നെ ഡിമാൻഡ് കിട്ടിയേക്കുന്നത് 8 - Q ആണ്. ഡിമാൻഡ് ഫംഗ്ഷനും 8 - Q ആണ്. അതായത് മോണോപോളി മാർക്കറ്റിൽ പ്രൈസും ഡിമാൻഡും ആവറേജ് റവന്യൂവും സെയിം ആയിരിക്കും.